ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മൾ വളരെ ഏറെ ദിവസങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ പോയി വാങ്ങാൻ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ദിവാലിയിലും ഹോളിയിലൊക്കെ അവർ വളരെ ഫേമസ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മാവ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഗുജി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു വലിയ ബേസിൻ എടുക്കാം. അതിലോട്ട് ഒരു 2.25 കപ്പ് മൈദപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയും മൈദയും മിക്സ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2 ഞുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗുജിയ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നമുക്കിതിലോട്ട് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് നെയ്യ് ചേർക്കുമ്പോൾ വളരെ ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് നാളെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതേ ക്രിസ്പിനെസ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി ആ ഒരു നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യെല്ലാം ആ മൈദയിലോട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഇതൊരു നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ടൈറ്റ് ഡോ, അതായത് നമ്മൾ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ രീതിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ഡോ ആയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നോക്കിക്കൊള്ളൂ. ഏകദേശം നമ്മുടെ ഈ ഒരു ടെക്സ്ചർ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ല. ഏകദേശം നന്നായിട്ടൊരു സോഫ്റ്റും അല്ല, മീഡിയം ഫോമിലാണ് നമ്മൾ ഇത് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു നനഞ്ഞ തുണി, അതായത് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്ത് നനഞ്ഞ തുണി വെച്ച് ഇത് മൂടി കൊടുക്കാം. മൂടി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഡ്രൈ ആയി വരില്ല. അപ്പം ഡ്രൈ ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റഫിങ്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ബാദാം, ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട്, ഒരു 10 to 20 എണ്ണം പിസ്ത എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണ് അതുള്ളതൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് നമ്മുടെ കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചോപ്പർ ഉണ്ടെങ്കിൽ, എന്താ പറയുക, നമ്മുടെ ബാദാമും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്യുന്ന ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തു. ഞാനിവിടെ കത്തി വെച്ച് ഈ ഒരു രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. കിസ്മിസ് മാത്രം വേണ്ട, ബാക്കിയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു പരുവത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത സ്റ്റഫിങ്സ്, ഞാൻ മാവയാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് മാവയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാല് വറ്റിച്ചെടുക്കുന്നത്. ആ മാവ അല്ലെങ്കിൽ ഖോയ ആണെന്ന് പറയുന്നത്, അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി നന്നായിട്ട് ഇത് ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം റോസ്റ്റ് ആയതിനു ശേഷം ഇതിലോട്ട് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. കിസ്മിസ് ആഡ് ചെയ്തതിന് ശേഷം അതും കൂടെ ഒരു 2 to 3 മിനിറ്റ് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കൊപ്ര തേങ്ങ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 കപ്പ് കോക്കനട്ടാണ്, അതായത് കൊപ്ര തേങ്ങ ആണ്. അതും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അതും ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കളറൊന്നും മാറാതെ അതിൻ്റെ വെള്ളമയം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു നട്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നാളികേരം എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് റവയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മാവ ഇല്ലെങ്കിൽ റവ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ എന്തൊക്കെയാണ് ചേർക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ പകരം എന്താ ചേർക്കുന്നത്, ഞാൻ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലൊന്ന് തന്നെ ചെയ്ത് നോക്കി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മുടെ റവയുടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ റവയും കൂടെ നമുക്ക് വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. റവ റോസ്റ്റ് ചെയ്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി കടായിലൊരു നെയ്യൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മുടെ മാവ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. ഇനി മാവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും റവയും മാവയും എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തണുക്കുന്ന സമയം വരുന്നിടം വരെ നമുക്ക് നമ്മുടെ മാവും കൊണ്ട് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. നോക്കിക്കോളൂ, മാവ് ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബോൾസ്, അതായത് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ നമുക്ക് ഇത് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. ബോൾസ് എല്ലാം നമ്മൾ ഉരുട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതേ സെയിം നനവുള്ള തുണിയും കൊണ്ട് നമുക്കിത് മൂടി കൊടുക്കാം. ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ചപ്പാത്തി പലക ഒന്ന് എടുത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ബേസൺ എടുത്തിട്ടുണ്ട്, കുഞ്ഞൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നാളികേരവും നമ്മുടെ കാഷ്നട്ടും എല്ലാം ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. റവ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പൊടിയായിട്ട് തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഈ വക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ച് ആ ഒരു മാവ് എല്ലാം നന്നായിട്ട് റവയും ആ ഒരു ഫ്രൂട്ട്സിലോട്ട് മിക്സ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഏലക്കായ പൊടിച്ചതെന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റഫിങ്സ് ഇവിടെ റെഡിയാണ്. സ്റ്റഫിങ്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലക എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ പൂരീസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് ചപ്പാത്തി പലക വെച്ചതിന് ശേഷം ഓരോ ബോൾസ് എടുക്കുക. ആ ബോൾസ് നമ്മുടെ ചപ്പാത്തി പലകയിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ റോളർ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കുഞ്ഞു പൂരിയാക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ചെറിയ പൂരി സൈസിൽ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മൾ, അതായത് കട്ടി കൂടാനും പാടില്ല, കട്ടി കുറയാനും പാടില്ല. ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മുടെ പൂരി റെഡിയാവാൻ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പൂരീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതായത് ഒരു 5 വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഓയിലിൽ എത്രമാത്രം നമുക്ക് ചേർക്കാൻ പറ്റും അത്രയും മാത്രം നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് പൂരീസൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂരി നമ്മുടെ കൈമേ ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് നമുക്ക് ഇത് ഫില്ലിങ്സ് നമുക്ക് നടുവിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നടുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വെള്ളം നമ്മുടെ ബൗളിലോട്ട് വെച്ചതിന് ശേഷം ഒരു ചെറിയ വിരലും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് സൈഡ്സ് എല്ലാം ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അടുത്ത ഭാഗത്തൊന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം എല്ലാ ഭാഗം എഡ്ജസ് എല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആ എഡ്ജ് ഭാഗം ഒന്ന് പ്രസ് ചെയ്യാം, അതിനോട്ട് ടേൺ ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുക. അതിൻ്റെ ജിഗ്ജാക്ക് രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ടേൺ ചെയ്ത് പ്രസ് ചെയ്ത് അത് വലിച്ചെടുത്തിട്ട് ടേൺ ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നോക്കിക്കോളൂ, എന്ത് സൂപ്പറായിട്ട് തന്നെ നമ്മൾ ഇത് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പറ്റിയില്ലെങ്കിൽ ആ വേറെ രീതിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ആ ഒരു അച്ചുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട് കിട്ടാറില്ല. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാനിതൊരു ഓൾമോസ്റ്റ് ഞാൻ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് ഡിസൈൻ തന്നെ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, വാവ്, എന്ത് സൂപ്പർ ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് ഗുജിയ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ ആവശ്യമനുസരിച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് ചൂടാക്കിയേക്കുന്നത്. അത് ഹൈ ചൂടാവാൻ പാടില്ല, ലോ ആയിട്ടൊന്ന് ചൂടായാൽ മതി. പെട്ടെന്ന് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ. നോക്കുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഗുജിയ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ വളരെ ഡിപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പതിയെ അത് പൊന്തി വരുള്ളൂ കേട്ടോ. ആ ഒരു ചൂടാണ് നമുക്ക് വേണ്ടിയത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓയിലോട്ട് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ വേവാനുള്ള താമസം ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ഗുജിയയ്ക്ക് ആ ഒരു ക്രിസ്പിനെസ്സും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഓയിലും അധികം ചൂടാവാൻ പാടില്ല, ഫ്ലെയിമും നമ്മുടെ ഹൈ വെക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും നന്നായിട്ട് നോക്കിക്കോളൂ, ഈ ഒരു കളറിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓയിലിൽ നിന്ന് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നമ്മൾ എല്ലാം ഗുജിയ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഗുജിയയും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഞാൻ വീണ്ടും പറയാം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ വേറെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗുജിയ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് വെച്ച് സൈഡ്സ് എല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ച രീതിയിൽ ആദ്യത്തെ ആ ഒരു ഡിസൈൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ.
ഫോർക്ക് വെച്ചതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഡിസൈനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ എനിക്ക് മറ്റേ രീതിയിലാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ആദ്യ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുജിയ ഇവിടെ ഫ്രൈ ചെയ്ത് എല്ലാം ഞാൻ ഇതുപോലെ പ്ലേറ്റിലോട്ട് നാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ, നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു ക്രിസ്പിനെസ് ആണ് നമുക്ക് ആ ഒരു ഗുജിയ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ഈ ഒരു ഗുജിയയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം സ്റ്റോറൊക്കെ ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ലോങ് ജേർണിയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം സ്നാക്സ് ആയിട്ടൊക്കെ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.